ചില ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചതായിട്ട് ഇങ്ങനെ ഈശോയുടെ ഒരു നിയമജ്ഞൻ വന്ന് ചോദിക്കുകയാണ്, ഗുരു എല്ലാറ്റിനും ഉപരിയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഈശോ പറയുകയാണ്, ഇയാൾക്ക് അറിയാമായിരുന്ന ഒരു ഉത്തരം തന്നെ ഈശോ പറയുകയാണ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. രണ്ടാമത്തെ കൽപ്പന ഇതിന് തുല്യം തന്നെ എന്ന് പറഞ്ഞിട്ട് ഈശോ പറയുന്നുണ്ട്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നുണ്ട്. നമ്മളിന്ന് ചിന്തിക്കുന്നത് ഈശോ പറഞ്ഞ ആദ്യത്തെ കൽപ്പനയെ കുറിച്ചാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. അതാണെന്നാണ് പറയുന്നത്. നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, എൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട് അല്ലെ? നമ്മൾ സാധാരണയായിട്ട് കുമ്പസാരത്തിന് എടുക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം ചിന്തിക്കാറുണ്ട്, എൻ്റെ ദൈവത്തെ 100% സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കൽപ്പന അത് തന്നെയാണല്ലോ, നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം അല്ലെ? ഞാനാകുന്ന ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതാണ് 100% സ്നേഹം ദൈവത്തിന് നൽകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം ആശ ചെയ്യുമ്പോൾ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, എൻ്റെ ഈ നോമ്പ് കാലഘട്ടങ്ങളിലെങ്കിലും ദൈവത്തെ 100% സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ദൈവത്തെക്കാൾ അധികമായിട്ട്, ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ഞാൻ എന്തെങ്കിലും വസ്തുക്കളെയോ ഏതെങ്കിലും വ്യക്തികളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളെയോ ഞാൻ സ്നേഹിച്ചു പോയിട്ടുള്ളൂ. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം ചെയ്യുമ്പോൾ എല്ലാറ്റിനുപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് മനസ്സ് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്